ദൈവത്തിൻ്റെ വചനം അത് ഡിസൈസീവാണ്. അത് ഏതെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാക്കാതിരിക്കുകയും അത് രക്ഷയ്ക്കായി സംഭവിക്കുന്നില്ലെങ്കിൽ ശിക്ഷയ്ക്കായി തീരും. ഒരു മൂന്നാം തീയതി അത് സൃഷ്ടിക്കുകയില്ല. അതെല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടായിരിക്കാം. ഞങ്ങൾക്ക് എന്നും എവിടെയും പ്രസംഗിക്കാനുള്ളത് രക്ഷ എന്നുള്ള വിഷയമാണ്. മറ്റ് വിഷയങ്ങളെല്ലാം രക്ഷയുടെ ഘടകങ്ങൾ മാത്രമാണ്. രക്ഷയാണ് അത് സകല വിഷയങ്ങൾ ഒതുക്കി പറയുന്ന ഏക വിഷയം. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുവഴിയുമെന്ന് ചോദിക്കുവാൻ കാരണം അത്ര വലിയ ഒരു ശിക്ഷയിൽ മനുഷ്യജാതി പതിച്ചു പോയതുകൊണ്ടാണ്. സോ ഗ്രേറ്റ് സാൽവേഷൻ, രക്ഷ അത്രയ്ക്ക് വലുതായി തീരുവാൻ കാരണം ശിക്ഷ അത്രയ്ക്ക് വലുതായിരുന്നതുകൊണ്ട്. അതെല്ലാം മനുഷ്യരെ ബാധിക്കുന്നു. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് പുനരാപ്തരായി തീരുന്നതിനാൽ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ചിലരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ നമ്മൾ ചിലർക്ക് വേണമെങ്കിൽ ഇവിടെ വരാതെ കഴിക്കാമായിരുന്നു. എന്നാൽ അതെല്ലാവരെയും ബാധിക്കുന്നു. കർത്താവിന്റെ ദാസന് രക്ഷയുടെ ത്രികാല അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ഭാഷണം ഞാൻ ഓർക്കുന്നു. അത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങും. റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഒരു പ്രയോഗമാണ്. ഞാനത് ഒരല്പം പാഠഭേദം വരുത്തിയാണ് പ്രസംഗിക്കാറുള്ളത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമല്ല, പുത്രത്വത്തിന്റെ രണ്ടാമത്തെ വീണ്ടെടുപ്പായിരിക്കുന്ന ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പുത്രത്വത്തിന്റെ അത് രണ്ട് വീണ്ടെടുപ്പുകളുണ്ട്. ഒന്നാമത്തെ വീണ്ടെടുപ്പ് ആത്മാവിന്റെ വീണ്ടെടുപ്പ്, രണ്ടാമത്തെ വീണ്ടെടുപ്പ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. കർത്താവ് ഇന്ന് രാത്രി വരുമെങ്കിൽ സംഭവിക്കുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. അതിനുശേഷം പിന്നെ സാഹചര്യങ്ങളുടെ വീണ്ടെടുപ്പൊക്കെ ഉണ്ട്. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഒക്കെ വീണ്ടെടുപ്പുണ്ട്. എങ്കിലും നമ്മുടെ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന വീണ്ടെടുപ്പിന് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ആത്മാവിന്റെ വീണ്ടെടുപ്പ്. അതിനാൽ നമ്മൾ കർത്താവിനെ അഭയം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഞാനും ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്. എവിടെയെങ്കിലും ഒരു യോഗത്തിൽ വെച്ച് ഒന്ന് കൈ ഉയർത്തി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അങ്ങ് സംതൃപ്തരായി നടക്കുന്ന ആളുകൾ. ഞാൻ ഇവിടെ തന്നെ പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞു, ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. ആ എഴുത്തുകാരൻ്റെ പേരുമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ ഉദ്ധരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് തൻ്റെ ചെറിയ പ്രായത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് കേട്ടാൽ അതിൻ്റെ അർത്ഥം വളരെ കണ്ണുനീരൊഴുക്കിയെന്ന, വളരെ അനുദപിച്ചത്, നിരപ്പിന്റെ ശുശ്രൂഷ നടന്നെന്ന്, കൊടുത്തു തീർക്കൽ സംഭവിച്ചെന്ന്. തൻ്റെ ചെറുപ്പത്തിൽ ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതായിരുന്നു എന്ന് അദ്ദേഹം എഴുതി. എന്നിട്ട് താൻ ഈ പുതിയ തലമുറയോടെ കണ്ട ഒരാളാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഇപ്പോഴൊരു കൂട്ടം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കോളം പൂരിപ്പിച്ചു കൊടുത്തേച്ചാൽ. നമ്മുടെ അടുക്കൽ ചിലപ്പോൾ ദേവദാസന്മാർ കാർഡ് കൊണ്ട് തരുമല്ലോ. അതിനകത്ത് നിങ്ങളുടെ ആവശ്യം എന്താണ്? രോഗം, നിങ്ങൾ പ്രാർത്ഥിക്കാം. രക്ഷിക്കപ്പെടണോ? ആ കോളം ഒന്ന് പൂരിപ്പിച്ചാൽ മതി. പെനസലിന്റെ മന കൊണ്ട് ഒരു ചെറിയ പ്രയോഗം നടത്തിയാൽ രക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം വന്നിരിക്കുന്നു. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പെന്തിക്കോസിലെ ക്രമക്കേടിനെയും ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. പ്രൈസലോ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, വലിയ ചങ്ങലക്കെട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ഞാൻ പെന്തക്കോസുകാരുടെ ജീപ്പുനൂലിൽ ഒതുങ്ങുന്ന ആളെന്ന് ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കാറ്. പ്രൈസലോ, ദൈവത്തിന്റെ വൈദ്യരെ നീ സത്യത്തിന് വേണ്ടി ഇറങ്ങിയ വ്യക്തിയായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. കർമ്മമാർഗത്താൽ ഒരാൾ രക്ഷിക്കപ്പെടുകയെന്ന് കേട്ടല്ലോ. ഇങ്ങനെ ഓളം പൂരിപ്പിച്ച് കൊടുക്കുന്നത് കർമ്മമാർഗമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുകയല്ല. അകത്ത് വാസ്തവമായ സമർപ്പണവും ക്രിയയും നടക്കാതെ എന്തെല്ലാം ചെയ്താലും അത് കർമ്മമാർഗം. അകത്ത് നടന്നിട്ട് പിന്നെ പുറമെ അത് പ്രകടമാകുകയാണെങ്കിൽ കർമ്മമാർഗമല്ല. അതാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും. വായു കൊണ്ട് ഏറ്റുപറയുകയല്ല ആദ്യം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണ് ആദ്യം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെ അത് പ്രകടനമായി വായു കൊണ്ടുള്ള ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. അത് ഓരോന്നും അതിൻ്റെ പടികളിലാണ് സംഭവിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വാസ്തവമായി രക്ഷിക്കപ്പെട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ട കാലഘട്ടമാണിത്. ഒസ്വാൾഡ് ജെ സ്മിത്തിന്റെ ഒരു പുസ്തകം ഞാൻ നാളുകൾക്ക് മുമ്പ് വായിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം വളരെ രസകരമായിട്ട് ആ ഭാഗം എഴുതിയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവരുമുണ്ട്, രക്ഷിക്കപ്പെട്ടവരെ പോലെ ഇരിക്കുന്നവരുമുണ്ട്. വളരെ സത്യം. രക്ഷിക്കപ്പെട്ടവരുമുണ്ട്, രക്ഷിക്കപ്പെട്ടവരെ പോലെ ഇരിക്കുന്നവരുമുണ്ട്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരായി ജീവിക്കുന്നു. ഞാൻ അത് തുടർന്ന് നിങ്ങളോട് അല്പസമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൾക്കൊള്ളുവാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക. വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് വന്ന് കടന്നിയല്ല. ബൈബിള് ആവശ്യമുള്ളത് നോക്കാട്ടെ. 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും. പൗലോസ് ഒരു ഭാഗത്ത് പറഞ്ഞ പോലെ ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? വേദപുസ്തകത്തിലെ വാക്യങ്ങൾക്കുള്ള ഒരു പ്രത്യേകത, അത് സെൽഫ് പ്രീച്ചിങ് ആണ്. ഒരു ഉപദേശി അതിൽ നിന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ തന്നെ അത് പ്രസംഗം. അതുകൊണ്ടാണ് വേദപുസ്തകം മാത്രം വായിക്കുന്ന ചില ആളുകൾ അനുഗ്രഹം പ്രാപിക്കും. ഒരു പ്രസംഗം കേൾക്കാതെ തന്നെ പലരും ദൈവകൃപയിൽ വരുവാൻ ബൈബിൾ റീഡിംഗ് മുഖാന്തരമായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എത്യോപ്യയിലെ ആ മിനിസ്റ്ററോട് ചോദിക്കും. അവിടെ കൺവെൻഷനിൽ പ്രസംഗം കേട്ടാണോ താങ്കൾ രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അല്ല. ഞാനിതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പടി കൂടെ ഇറങ്ങി ഒരു കാര്യം പറയാറുണ്ട്. ഗുണം വരാനുള്ള ഒരു മനുഷ്യൻ. ഞാനിതിന് ചോദിക്കാറുള്ളത്, നിങ്ങൾ ഇത്രയും നാൾ വേദപുസ്തകം വായിച്ചിട്ടില്ലേ? പഴയ നിയമത്തിൽ എവിടെയെങ്കിലും കർത്താവായ യേശുവിനെ കുറിച്ചിട്ട കാര്യം തുടർന്ന് എഴുതിയിട്ടുണ്ടോ? പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ക്രിസ്ത്യാനിയാകേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടോ? പഴയ നിയമത്തിൽ എവിടെയെങ്കിലും നമ്മൾ കേട്ടതുപോലെ സ്നാനം ഏൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനിതൊരു വായിച്ചു. യെരൂശലേമിൽ യഹൂദന്മാരുടെ ആലയത്തിൽ നമസ്കരിക്കാൻ വന്ന ഒരു പേയ്കൻ, ഒരു പുറജാതിക്കാരനായ ഈ ഷണ്ണൻ, എത്യോപ്യ മന്ത്രി, അവൻ അവിടെ നിന്ന് കിട്ടിയതായ സ്ക്രോൾസ്, വേദപുസ്തക ചുരുളുകൾ യെശയ്യാ പ്രവചനം അടങ്ങുന്ന ഒരു ഭാഗമായിരുന്നു. അതിൽ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ അതിനകത്തെ വിഷയം. കുഞ്ഞാടിനെ കുറിച്ച്, മൗനമായിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ കുറിച്ച്, തന്റെ താഴ്മയാൽ തനിക്ക് ന്യായം നിഷേധിക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ കുറിച്ച് അതിനകത്ത് വായിച്ചപ്പോൾ ഇത് ആരെ കുറിച്ചാണെന്ന് അറിയാനൊരു ജിജ്ഞാസ ഉണർന്നു. ആരോടൊന്നില്ലാതെ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ആത്മഗതമായിട്ട്, എന്റെ ദൈവമേ, ഇതെന്നെ ഒന്ന് അറിയിക്കണം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, നിർമ്മല മാനസരുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തുന്നവനാണ് ദൈവം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, രക്ഷയ്ക്കായിട്ട് കാക്ഷിക്കുന്നവരെ അതിലാക്കുന്നവനാണ് ദൈവം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, അത് ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് കാണപ്പെടുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. രക്ഷ ദൈവത്തിന്റെ ദാനമാണ് എന്ന് കർത്താവിന്റെ ദാസൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. നിങ്ങളെല്ലാം കേട്ടല്ലോ. എന്നാൽ അതിനെക്കുറിച്ച് എനിക്കൊരു കൊച്ചു കാര്യം കൂട്ടിച്ചേർത്ത് പറയാം. ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചേക്ക് പോയാൽ പിന്നെയും ചില കൊനഷ്ട ചിന്തകൾ ചിലരുടെ മനസ്സിൽ ഇങ്ങനെ മിച്ചല്ല. അതിലൊന്നിതാ, ആ രക്ഷ ദൈവത്തിന്റെ ദാനമാണെങ്കിൽ എനിക്ക് നന്നായി. ഒരിക്കൽ ഒരാളിനോട് പറഞ്ഞതാ, ദൈവത്തിന് വേണേ എന്നെ അങ്ങോട്ട് രക്ഷിക്കട്ടെ. ഓ,
പക്ഷെ ദൈവത്തിന് ദാനമാണ് നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നു. അങ്ങനെ ദൈവത്തിന് ദാനമാണെന്ന് കിട്ടുന്ന എനിക്ക് ഇങ്ങോട്ട് തന്നാലില്ല. അങ്ങനെ ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിലൊരാളിനോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുത്തോന്നി? പിന്നെ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഭിക്ഷക്കാർക്ക് അവരുടെ വീട്ടിൽ കൊണ്ട് ഭിക്ഷ കൊടുക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അവരുടെ അഡ്രസ് ഞാൻ പോകുന്നതിന് മുമ്പേ നേടിയിട്ട് അത്രയും ഔദാര്യങ്ങളായ ആരെങ്കിലും ദൈവവും തന്നോട് യാചിക്കുന്നവർക്കാണ്. ഇത് കർമ്മമാർഗമല്ല സുഹൃത്തെ. എന്നാൽ നിന്റെ ഭാഗത്ത് ഒരു ചെറിയ കോപ്പറേഷൻ, നോട്ട് വർക്ക് കോപ്പറേഷൻ. പഴയ നിയമത്തിലെ അനേക സത്യങ്ങൾ പുതിയ നിയമ രക്ഷയുടെ നിഴലുകളും സൂചനകളുമാണ്. അതിലൊന്ന് ഞാൻ നിങ്ങളോട് പറയാം. പിച്ചൽ സർപ്പത്തെ നോക്കി ഒരു ദിവസം കൊണ്ട് ചിലര് വിഷബാധയിൽ നിന്ന് രക്ഷപ്പെട്ടത് രക്ഷയുടെ ആദ്യ പടിയാണ്. നോക്കി രക്ഷപ്പെട്ടു, പിറ്റേ ദിവസം നോക്കേണ്ട കാര്യമില്ല. ആ ഒന്നാം പടിക്ക് വേണ്ടി ആ ഒന്ന് നോക്കണം. എന്നാൽ ഡെയിലി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കുള്ളത് കേട്ടല്ലോ, മഞ്ഞ. വെറുതെ പറയാ, ഞാൻ കഴിഞ്ഞ ആഴ്ച മഞ്ഞ തിന്നോ? ഈ ആഴ്ച വെറുതെ നീ പട്ടിണി കിടന്നിവിടെ ചുരുണ്ടി ജാഗ്രത. യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. അത് നീ ഓരോ ദിവസവും പൊരുക്കിയെടുക്കണം. അതിനായിട്ട് നീ ഒന്ന് കുനിയണം. അവന് സ്വർഗത്തിൽ നീ മഞ്ഞായിട്ട് ഭൂമി വരെ വരാമെങ്കിൽ പിന്നെ നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്രയൊന്ന് കുഞ്ഞാകുന്ന. ഞാൻ ആ ഭാഗം പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ചാൽ അല്ലെങ്കിലും ഇങ്ങനെ പറയാറുണ്ട്, ഇത്രയും കരുണയോടെ ശാബത ദിവസങ്ങൾ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും 40 വർഷത്തോളം ഉറങ്ങാതെ തന്റെ ജനത്തിന് മരുഭൂമിയിൽ മന പൊഴിച്ചു കൊടുത്ത ദൈവം ഒരൊറ്റ ദിവസം പോലും ഞാൻ താഴെ പറയുന്ന 2 കാര്യങ്ങൾ ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഒന്ന്, ഓരോ വീട്ടുകാരനും മന വെറുക്കാൻ ഒരു കൂട അല്ലെങ്കിൽ ഒരു ബാസ്കറ്റിലൂടെ പൊഴിച്ചു കൊടുത്തായിട്ട് വായിക്കുന്നില്ല. രണ്ടാമത് പെറുക്കി കൊടുത്തായിട്ട് ദൂതന്മാരോട് ഞാൻ താഴോട്ട് അത് പൊഴിച്ചു കൊടുക്കും, നിങ്ങൾ പെറുക്കി അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞായിട്ട് കാണുന്നില്ല. അത് രണ്ടും നിന്റെ ജോലി. ഗാദറിംഗ് ഓഫ് മന്ന ശേഖരിക്കുക എന്നുള്ളത് നിന്റെ കർത്തവ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, മന്നായ്ക്ക് കണ്ടീഷൻസ് ഉണ്ട്. പ്രാവശ്യം പറഞ്ഞില്ലേ രക്ഷയ്ക്ക് വ്യവസ്ഥകളുണ്ടെന്ന്. ഏത് ശരിയാണ്. ആ മന്നായുടെ പ്രിൻസിപ്പിൾസ് 2 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മഞ്ഞ ഒരുക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏർലി അതിരാവിലെ എഴുന്നേറ്റോണം. ഇതല്ലോ പുറത്ത് വെയിൽ തട്ടിയിട്ട് എഴുന്നേൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, റീസലോ അവർക്കൊന്നും മഞ്ഞ കിട്ടുകയില്ല. അതിരാവിലെ എഴുന്നേൽക്കണം. റീസലോ അതിന്റെ പരിധി പറഞ്ഞിരിക്കുന്നത് മഞ്ഞുമാറുന്നതിന് മുമ്പ്. വേദപുസ്തകത്തിൽ ചില കാര്യങ്ങൾ ചിലതിന്റെ പ്രതീകങ്ങളാണ്. അതിൽ ഡ്യൂ അല്ലെങ്കിൽ മഞ്ഞ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപയെയാണ് പനിമഞ്ഞ് കാണിക്കുന്നത്. ഈ പനിമഞ്ഞ് വെയിൽ ഉറയ്ക്കുമ്പോൾ ഉരുകിപ്പോകും, സൂര്യൻ ഉദിക്കുമ്പോൾ ഈ മഞ്ഞ് മാറിപ്പോകും. കർത്താവായ യേശു നീതിസൂര്യനായി വെളിപ്പെടുന്നതോടുകൂടി കൃപയുടെ കാലം മാറിപ്പോകും. അതാണ് യഹോവയെ കണ്ടെത്താറുന്ന സമയം, അവൻ അടുത്തിരിക്കുന്ന സമയം. മഞ്ഞ ഉയരത്തിലായിരിക്കുമ്പോൾ അവൻ അടുത്തിരിക്കുന്നവനല്ല, എന്നാൽ തറയിൽ കിടക്കുമ്പോൾ അവൻ അടുത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം, സ്വസ്ഥനാളിൽ അവനെ കിട്ടും. ശാപദാനത്തിൽ കഴിഞ്ഞാൽ പിന്നെ അവനെ പെറുക്കെടുക്കാവുന്ന സമയം, ആ സമയത്ത് അത് സ്വന്തമാക്കി എല്ലാവരും കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ നിങ്ങൾ കേട്ടല്ലോ, വളരെ ഹൃദയസ്പർശനമായ ഒരു ചരിത്രമാണ് നമ്മുടെ പഴയ മുക്കുവനായ പത്രോസ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്. യൂദായുടെ ലേഖനത്തിലും ഈ പത്രോസിന്റെ ലേഖനത്തിലും കോമണായിട്ട് വരുന്ന പല സത്യങ്ങൾ ചില വേദനിരൂപന്മാർ പറയുന്നത്
പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് യൂദാ മോഷ്ടിച്ചെന്നോ യൂദായുടെ ലേഖനത്തിൽ നിന്ന് പത്രോസ് എടുത്തെന്നോ ഒക്കെയാണ്. അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ വിഷയം പ്രസംഗിക്കുന്ന ആരെങ്കിലും ആയി മോഷ്ടിച്ചതാണ്. ഞങ്ങൾക്കെല്ലാം ഒന്നേ പറയാം, ആവർത്തിച്ച് പറഞ്ഞാൽ ഒന്നേ പറയാം. കല്യാണത്തിന് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കല്യാണ ശുശ്രൂഷ നടക്കുന്ന ദിവസം പലരും പ്രസംഗിച്ചാലും എവിടെയെങ്കിലും ആരെങ്കിലും പ്രസംഗിച്ചോ, ആദ്യം പ്രസംഗിച്ച ആൾ ഈ മണവാളിനെ മണവാട്ടിയെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, എന്നാൽ ഞാൻ വേറെ രണ്ടുപേരെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മണവാളിനെ കുറിച്ചാണ് പ്രസംഗിക്കാറുള്ളത്. അതിന്റെ ആവർത്തനമാണ്. അതൊരു പക്ഷെ വിരസതയായി നിങ്ങൾക്ക് തോന്നിയാലും അങ്ങനെ തന്നെയാണ്. അത് പിന്നെ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് മടുപ്പില്ലെന്ന് ആ പുസ്തകം പറയുന്നു. ഇവിടെ പത്രോസ് പറയുന്നത് പാപം ചെയ്യുന്നവരെ, പാപം പ്രാക്ടീസ് ചെയ്യുന്നവരെ എന്നാണ് അതിന്റെ ചുരുക്കം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും ഒരു നാളും അങ്ങനെ പാപം ചെയ്യുന്നില്ല. ഞാൻ ആദ്യമൊക്കെ കൊച്ചിലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ എനിക്ക് പ്രസംഗത്തോട് പറഞ്ഞ ആദ്യം ഓർമ്മ, ഞാനൊരു 12 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു ബാലകനായിരിക്കുമ്പോഴാണ് ഞാൻ പള്ളിയിൽ പോയി ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ കർത്തമേശ, അന്നത്തെ ഭാഷയിൽ കുർബാന. അത് ശരീരവും രക്തവും ഞാൻ കേട്ടു. ആദ്യം അച്ഛന് വായിലോട്ട് ഇങ്ങനെ കുർബാന തന്നു. അത് കഴിഞ്ഞ് കപ്പിയാൽ ഒരു ജഗ്ഗുമായി കപ്പ നിൽപ്പുണ്ടായി. അയാളെ ഒഴിച്ചു വന്നു. ഞാനൊക്കെ രക്തമായി. ആ വെള്ളത്തിനിടയ്ക്ക് എൻ്റെ ഉടുപ്പേ ശരം. എൻ്റെ ദൈവമേ, അതിൻ്റെ മനപ്രയാസം എനിക്ക് വളരെ നാളത്തേക്ക്. യേശുവിൻ്റെ രക്തം ഞാൻ അയോഗ്യമായിട്ട് കൈകാര്യം ചെയ്തു പോയല്ലോ. പിന്നെ ആകട്ടെ എന്നോട് പറഞ്ഞത് ഇത് ഇറങ്ങാനായിട്ട് കത്തിയാതെ വെള്ളം ഒഴിച്ചു. ഞാൻ പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം. അനേകം അബദ്ധ ധാരണകൾ എൻ്റെ നിങ്ങളുടെയും മനസ്സിൽ നമുക്ക് ഭയം ഉളവാക്കിക്കൊണ്ട് പലപ്പോഴും ഇങ്ങനെ സ്ഥിതി ചെയ്യാറുണ്ട്. എന്നാൽ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചു കഴിയുമ്പോൾ ആ ഭയമെല്ലാം ഓടി മാറി. ദൈവം യാക്കോബുകാരനെതിരായിട്ട് പോരാടുമെന്ന് ഒരു പ്രവാചകൻ പറഞ്ഞെന്ന് പറഞ്ഞത് ശരിയല്ലേ? എന്നോടും അതുപോലൊക്കെ പറഞ്ഞു. ദൈവം പ്രതികൂലമാണെന്ന് എന്നോട് ചെല്ലു പറഞ്ഞു. എന്നിട്ട് ഞാനും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നതിൻ്റെ കണ്ണുകടി അയക്കുമല്ലോ. ഞാൻ വേറൊരു ജോലിക്ക് പോകുന്നില്ല. ഞാൻ കർത്താവിൻ്റെ വേലയിൽ മാത്രമാണ്. അന്നേരം കർത്താവിനോട് വിരോധമാണ്. എന്നാൽ ഞാൻ പാർട്ടൈമായിട്ട് എന്ന് പറയാനുള്ള ഒരു പരിധി എനിക്ക് വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ വൈദ്യനോട് ഒരാൾ വന്ന് പറയാൻ എന്നിരിക്കട്ടെ, അതെ ദൈവം നിനക്ക് പ്രതികൂലമാണ്, അവനൊരു പുഞ്ചിരി മാത്രമേ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വൈദ്യനെ വായിക്കുന്നത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ വേറെ സർട്ടിഫിക്കറ്റില്ല, നീ ദൈവത്തെ അറിയും. I know whom I believe. ഇവിടെ പത്രോസ് തനിക്ക് ദൈവം കൊടുത്ത ആ ദിവ്യ ജ്ഞാനത്തിൽ ഒരു സത്യം മനസ്സിലാക്കി. അതിന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും മനസ്സിലാക്കണം, പാപം ചെയ്യുന്നവരെ ദൈവം ആദരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്ക് പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടത് അതറിയാതെ. ആദാമ്യ പാപം എന്ന് പറയുന്നത് അറിയാതെയുള്ള പാപമാണ്. ഈ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ ചില ആളുകൾ മനസ്സിലാക്കുന്നത് കർത്താവ് നമ്മുടെ പേർക്ക് സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന അല്ല. ആ പ്രാർത്ഥന യേശു ക്രൂശിൽ വെച്ച് തീർത്തു. പിതാവേ, ഇവരെ അറിയാതെ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ഹന്നാസും കയ്യാഫാസും യൂദാസും മറ്റും ചെയ്ത പാപമല്ല, ആദാമ്യവർഗം ചെയ്ത പാപമാണ്. ഹന്നാസും കയ്യാഫാസും യൂദാസും ഒക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അറിയാതെ ചെയ്ത പാപമെന്ന് ഉപേക്ഷിക്കുന്നത് ജന്മപാപമെന്ന് ഉപേക്ഷിക്കപ്പെടുന്ന ആദാമ്യ കുലത്തിന്റെ പാപക്കടമാണ്. യേശുവിന്റെ പ്രാർത്ഥനയാൽ പിതാവത് മോചിച്ചു. ഇന്ന് ജന്മപാപമില്ല. ജന്മപാപം പോക്കാനായിട്ട് അതേ ശിശുസ്നാനം നടത്തുന്നത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അന്നേരം നിങ്ങൾ അവരോട് സ്നേഹത്തോടെ ചോദിക്കണം, അങ്ങനെ ഇപ്പോഴും ജന്മപാപം കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മരിച്ചതുകൊണ്ട് എന്ത് സാധിച്ചു എന്ന് ചോദിക്കണം.
1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക്, നമ്മുടെ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഒരുത്തം പിന്നെ പറയുകയാണ് ഇന്ത്യ അത് അസ്വാതന്ത്ര്യത്തിലാണ് എന്ന് പറയുന്നത് എത്ര തെറ്റോ അതുപോലെ തെറ്റാണ്. യേശു മാനവജാതിയുടെ പാപക്കടം പൊതുക്കടം വീട്ടിയതിനു ശേഷം പിന്നെയും ജന്മപാപമുണ്ടെന്ന് സിദ്ധാന്തിക്കുന്നു. ഇത് നിങ്ങളോട് പറയുവാൻ വളരെ ഉണ്ടെങ്കിലും പൗലോസ് പറയുന്നത് പോലെ ഉൾക്കൊള്ളുവാൻ പലർക്കും കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അങ്ങനെ നമ്മളൊക്കെയും അറിവില്ലായ്മയിൽ ജീവിച്ചു പോയ കാലത്ത് നമ്മുടെ നിലവിളി കേട്ട് ദൈവം നമ്മളെ ആദരിച്ചതാണ്. എന്നാൽ വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തി, വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു വ്യക്തി പിന്നെ പാപം ചെയ്താൽ അവൻ മനഃപൂർവ്വം പാപം ചെയ്യുകയാണ്. റോമാലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആദ്യം തുടങ്ങുന്നത് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്നുള്ള വാക്യമാണ്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് ഇവിടെ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? എനിക്ക് ഇവിടെ ഒരു ബലഹീനത വെച്ചിപ്പോയി. എന്താണെന്നറിയോ? ഞാൻ അയലോകക്കാരൻ്റെ അതിൽ മാത്രം അബദ്ധവശാൽ പറ്റി തുടങ്ങി ഒത്തിരി പാവങ്ങൾ, ഭയങ്കരമായ പാവങ്ങളൊന്നും ചെയ്യേണ്ടതിന്റെ ബലഹീനതയുടെ ലിസ്റ്റിലോട്ട് നൽകി. അങ്ങനെയുള്ള ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് കൂട്ടി നീങ്ങുന്നു. അതല്ല സുഹൃത്തെ ഉദ്ദേശിക്കുന്നത്. ബലഹീനതയ്ക്ക് തുണ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. കൂടുതൽ കാര്യങ്ങൾ വേറെ സമയം പറയും. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, ദൈവത്തിന്റെ വിത്തവൻ ലഭിക്കുന്നു, പാപം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇവിടെ ബൈബിൾ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ അല്പം സമയം എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതിനുവേണ്ടി എത്തപ്പെടുന്നത് തന്നെ ഭയങ്കരമായി. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. നിങ്ങൾ ജോമെട്രി പഠിച്ചിട്ടുള്ള ആളുകളാണല്ലോ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര്. 45 ഡിഗ്രി ചരിവ് എല്ലാവരും നോക്കി നോക്കിയാൽ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം ഇടുകയാണെങ്കിൽ താഴോട്ട് പോകും. മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേശില്ലാതെ ദൈവ സ്വഭാവം നഷ്ടപ്പെട്ടവനായി തീർന്നതിന് ശേഷം is more able to sin than to do good works. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ നിഷ്പ്രയാസം എളുപ്പം പാപം ചെയ്യുക. എപ്പോൾ? ആദാമ്യ സ്വഭാവം ഉണ്ടായിരുന്നപ്പോൾ. എന്നാൽ രക്ഷിക്കപ്പെടുമ്പോൾ ഇത് നേരെ തിരിഞ്ഞു വീഴുന്നു. ഈ 45 ഡിഗ്രി ചരിവ് തിരിഞ്ഞു വീഴുന്നു. ഇപ്പോൾ പാപം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ പ്രയാസം ചെയ്യാതിരിക്കാൻ. അതുകൊണ്ട് പാപം ചെയ്യണമെന്നൊക്കെ മനഃപൂർവ്വം വിചാരിച്ചാൽ ചെയ്യാൻ ഒക്കത്തിരുന്നാലും ധരിക്കരുത്. ചെയ്യാം. അങ്ങനെ വേറെ ഒത്തത്തിൽ പലരും ചെയ്തിട്ടുണ്ട്. പ്രൈസലോ. നമ്മുടെ അറിവോടുകൂടി നമ്മൾ പാപം ചെയ്യാം എന്നുള്ളതിന് തെളിവ് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് വിട്ടുകളഞ്ഞത് അറിഞ്ഞോ അറിയാതെ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി, അറിഞ്ഞോ അറിയാതെ. വേണമെങ്കിൽ പോകാം. അതുകൊണ്ട് അറിയാതെ നമ്മൾ ആയിരുന്ന നാടുകളിൽ നമ്മൾ ദൈവത്തോട് നിലവിളിച്ചതിന്റെ ഫലമായി ദൈവം നമുക്ക് നൽകിയ രക്ഷയെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മനഃപൂർവ്വം പാപം ചെയ്യരുത്. മനഃപൂർവ്വം പാപം ചെയ്യുന്നതിന്റെ അർത്ഥം ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയാണ്. നിയമരക്തത്തെ മലിനമെന്ന് വീണ്ടും എണ്ണുകയാണ്. പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി വേറൊരു മോചന മാർഗമില്ല എന്ന് ഇന്ന് രാത്രി ഞങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് പത്രോസ്ലീഹ യോഹന്നാനോട് ചേർന്ന് പറയുന്നത് പാപം ചെയ്യുന്നവരെ ദൈവം ആദരിക്കുന്നില്ല. ഇനിയും പത്രോസായിന് സാമ്പിൾസ് കാണിച്ചിരിക്കുന്ന യൂദ കാണിച്ചിരിക്കുന്ന സാമ്പിൾസ് തന്നെയാണ്. നിങ്ങൾക്കറിയാമോ? ഒന്ന് ഏഞ്ചൽസ്. ദൂതന്മാരുടെ ഭാവം എന്താണെന്ന് ഇന്ന് രാത്രി അറിയേണ്ട കാര്യമൊന്നും എനിക്കില്ല. ആഴക്കം നോക്കുന്നതാണ്, ഒന്നെ കുത്തിക്കൊന്നതാണ്, ദുർനടപ്പായിരുന്നു, അതൊന്നും എനിക്കറിയൂടാ. ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായി ചെയ്യുന്നതിന്റെ ഭാവമാണ്.
Praise the Lord. ആദാം ഹവ്വായി ഏദൻ തോട്ടത്തിൽ ആദ്യം പാപം ചെയ്തത് വ്യഭിചാരമോ കൊലപാതകമോ ഒന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊരു ചെറിയ കൽപ്പന ലംഘനമാണ് അവിടെ ചെയ്തത്. എന്നാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഇതെല്ലാമായി. Praise the Lord. Praise the Lord. നമ്മൾ ചിലപ്പോൾ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നത് ഒരു ചെറിയ വഴിയിലായിരിക്കാം. എന്നാൽ അതിന്റെ അനന്തരഫലങ്ങൾ മഹാ പാപങ്ങളും ദോഷങ്ങളും എല്ലാം ആയിരിക്കാം. ദൈവമക്കൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കും. ഹല്ലേലൂയ. ദൂതന്മാരാണെങ്കിൽ പോലും പാപം ചെയ്താൽ ദൈവം അവരെ അകറ്റിക്കും. അവരൊക്കെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അവരെ ബന്ധിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് വേണ്ടി ഒരു വലിയ വിധിയും അതേ ഒരുക്കിയിരിക്കുകയാണ്. അതിനുശേഷം ആ സ്വർഗത്തിലുള്ള പണിഷ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ട് പത്രോസ് ഭൂമിയിലേക്ക് വരിക. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്വർലോകവാസികളാണെങ്കിൽ പോലും അവർ പാപം ചെയ്താൽ മുഖപക്ഷമില്ല. ഭൂമിയിലുള്ള പാവപ്പെട്ട നമ്മൾ ചെയ്താൽ മാത്രം ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സെലസ്റ്റിയൽ ബീങ്സ്, ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുന്ന തേജോമയന്മാരായ ദൂതന്മാർ ആണെങ്കിൽ പോലും അവർ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് അവരെ വേണ്ട, ദൈവം അവരെ ആദരിക്കുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ 6-ാം അധ്യായമായി ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ ദൈവം പാവനമായി വിവാഹ ബാന്ധവം ഈ ലോകത്തിൽ സ്ഥാപിച്ചു. എന്നാൽ ഓരോരുത്തരും തന്നെ ഈ ബോധിച്ച വണ്ണം നടന്നതിന്റെ ഫലമായിട്ട് ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും വിളിച്ചു. അതിന് ശേഷം ദുർനടപ്പ് ഭൂമിയിൽ അത് വരിക. അപ്പോൾ ദൈവം പറഞ്ഞു, ഇനിയും എൻ്റെ ആത്മാവ് ഈ മർത്യനിൽ വാദിക്കുകയില്ല, അവൻ വെറും ജഡമായി മാറിയിരിക്കുക. ഇടയ്ക്ക് ഞാൻ ദൈവങ്ങളോട് കാര്യം പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ജഡവാസികളായിരിക്കും. എന്നാൽ ആത്മാവ് നമ്മളിൽ നിന്ന് പോകുമ്പോൾ പച്ച ജഡമാണ്. ചില ആളുകളുടെ ഇടവരുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഇവൻ ജഡം തന്നെയല്ല. ഇവനിൽ ഇനി എൻ്റെ ആത്മാവ് വാദിച്ചുകൊണ്ട് നിൽക്കുകയില്ല. ഞാൻ ഇന്ന് രാത്രി ഒരു സങ്കടകരമായ സത്യം നിങ്ങളോട് പറയാം. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോട് വാദിച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ട്, എന്നാൽ എന്നും വാദിക്കുകയില്ല. ഇത് മനസ്സിലാക്കിയവരിൽ ഒരുത്തരായിരുന്നു ദാവീദ്. 51-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടി, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത അവന് മനസ്സിലായി. തന്റെ മുൻഗാമിയായ ശൗലിൽ ഒരിക്കൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചതാണ്. അവൻ പ്രവചിച്ചുകൊണ്ട് പരസ്യക്കാഴ്ചയായി കൂത്തുകാഴ്ചയായി വലിയ പോയവനാണ്. എന്നാൽ അവനിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടു മാറി. ഞാനൊരു സത്യം ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പോയാൽ ആ സ്ഥലം വേക്കൻസി ആയി കിടക്കുകയില്ല, ഉടനെ അതിന് പറ്റിയ ഒരു ആത്മാവ് അവിടെ വരും. ദുരാത്മാവ് അവനിൽ ബാധിച്ചു. ആ ദുരാത്മാവാണ് അവസാനം വരെ അവനെ കൊണ്ടു നടന്നത്. ആ ദുരാത്മാവ് ഒടുവിൽ അവനെ വെളിച്ചപ്പാടത്ത് സ്ത്രീയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നോക്കണം, പിശാച് ഒരു മനുഷ്യനെ നടത്തുമ്പോൾ അവൻ എല്ലാ ദോഷങ്ങളിലേക്കും നയിക്കപ്പെടുക. അവന്റെ സഹോദരനെ നശിപ്പിക്കുവാൻ അവൻ ഓടി നടക്കുക. അതുപോലെ തന്നെ ദൈവം വെറുക്കുന്നതായിട്ടുള്ള ആഭിചാരം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുവാൻ ആത്മാവനെ നടത്തുകയാണ്. മുമ്പ് ദൈവദാസനായ ശമൂവേലിന്റെയും അതുപോലുള്ള ദിവ്യന്മാരുടെ അടുക്കൽ ആലോചനയ്ക്ക് വേണ്ടി പോകുന്ന മനുഷ്യൻ ഇപ്പോൾ എന്തോരിൽ വെളിച്ചപ്പാടത്തിൽ സ്ത്രീയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. അശുദ്ധാത്മാവ് ആ സ്ഥാനം കൈയടക്കുമെന്ന് ഞാൻ ഇതിനകത്ത് പറയുക. അങ്ങനെ ആ തലമുറ മുഴുവൻ പാപം പ്രാക്ടീസ് ചെയ്തതിനാൽ അവരെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവത്തിന്റെ കോപത്തിനും നമ്മുടെ കോപത്തിനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് ഒരിക്കലും മുൻകോപം, ഞാൻ വ്യവസ്ഥിതി നന്നായിട്ട് പഠിച്ച ഒരു വിഷയമാണ്. ദൈവം ഒരിക്കലും മുൻകോപിയാണ്. നമ്മുടെ പലരുടെ മൂക്കയില കോപിക്കും. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിന് യോഹന്നാൻ അപ്പോസ്തലൻ ഒരു ഉപദേശം കൊടുത്തത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യേശു ശബരിയിൽ കൂടി അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഒരു യഹൂദന്മാരുടെ റബി എന്ന് ഉള്ള നിലയിൽ ശബരിൽ യേശുവിന് അത്ര വില കൽപ്പിച്ചു. പക്ഷേ യോഹന്നാൻ യേശുവിന് ഒരു ഉപദേശം പറഞ്ഞു, ഏലിയാവ് വണ്ടി ചെയ്യുന്ന പോലെ ആകാശത്തിൽ നിന്ന് തീ ഇറക്കി ഇവരെ ദഹിപ്പിക്കാൻ നല്ല സമയമാണ്. പക്ഷേ കർത്താവ് ചോദിച്ചു, നിന്നെ നടത്തുന്ന ആത്മാവേതാണ്. നമ്മുടെ പലരുടെ കാഴ്ചപ്പാടില്ല.
എനിക്ക് തോന്നുന്നു നമുക്ക് വല്ലവർക്കും ഏലിയാവിന് കൊടുത്തതുപോലുള്ള ഈ ശക്തി വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇതുവാരും ഇതൊക്കെ ചെയ്ത് ഒന്നുകിൽ വേറെ ബന്ധുക്കോസ് ഭാഗത്തെ ചുറ്റുകളഞ്ഞു, അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് ഇരിക്കുന്ന ഏതെങ്കിലും ആരെയൊക്കെ തകർത്തു. ദൈവജനമേ, ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. പാപം ചെയ്യുന്നവരെ, പാപം പ്രാക്ടീസ് ചെയ്യുന്നവരെ ദൈവം ആദരിക്കുന്നില്ല. ഹല്ലേലൂയ. അത് ദൂതന്മാരാണ്, അത് പുരാതന ലോകമായ. ഞാൻ പറയട്ടെ, അങ്ങനെ ദൈവം ഈ തലമുറയെ നശിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിൽ പോലും അതിനകത്തൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വലിയൊരു കാര്യത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ആരോരും അറിയാതെ പണ്ട് ഹിരോഷിമായി കൊണ്ട് ബോംബിട്ട പോലെ പ്രൈസലോ ശത്രുവിന്റെ തലയെ കൊണ്ട് ഇടാനായിട്ട് നമ്മൾ നോക്കും. എന്നാൽ ദൈവം തമ്പുരാൻ ഈ ആറ്റം ബോംബ് പ്രയോഗിക്കാൻ തീരുമാനിച്ചപ്പോൾ നാളുകൾക്ക് മുമ്പേ അത് പബ്ലിഷ് ചെയ്തു. പ്രൈസലോ തന്റെ ദാസനായ നോഹയെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ തലമുറയെ ശിക്ഷിക്കാൻ പോവുകയാണ്, എന്നാൽ ശിക്ഷിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. പാപം പ്രാക്ടീസ് ചെയ്യുന്നവരെ മാത്രമേ ഞാൻ ശിക്ഷിക്കുകയുള്ളൂ, അനുദമിക്കുന്നവരെ ഞാൻ ഇനിയും ആദരിക്കും. പ്രൈസലോ മടങ്ങി വരുന്നവരെ ഞാൻ ഇനിയും കൈക്കൊള്ളും. അതുകൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്ക. ഈ ദൈവത്തിന്റെ മുന്നറിവ് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയുമ്പോൾ, അതായത് 8 പേരാണല്ലോ രക്ഷിക്കപ്പെട്ടത്. നമുക്ക് ഈ മുന്നറിവ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് മൃഗങ്ങളെയും കുറച്ച് പക്ഷികളെയും പിന്നെ 8 മനുഷ്യരെയും കൂടെ കയറ്റാൻ തക്കവണ്ണം ഒരു കൊച്ച് പെട്ടകം മാത്രമേ നമ്മൾ ഉണ്ടാക്കില്ല. ബുദ്ധിസാമർഥ്യമായിട്ട് നമ്മൾ കരുതിയത് എന്തിനാ വെറുതെ മരകയറേണ്ടത്, എന്തിനാ വെറുതെ കൂലിച്ചാലുമെല്ലാം കൊടുക്കും. എന്നാൽ ദൈവം മടയനായതുകൊണ്ടല്ല നോഹയോട് വലിയ നീളത്തിലും വീതിയിലും ഗോഫർമാരെ കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുവാൻ കൽപ്പിച്ചത്. ഈ പെട്ടകം അതിനകത്തെട്ടാൽ മാക്കൾ കടന്നിട്ടും പക്ഷിമൃഗാദികളുടെ പ്രതിനിധികളൊക്കെ അതിനകത്ത് പ്രവേശിച്ചിട്ടും പിന്നെയും വേക്കൻസികളൊക്കെയാണ്. ഈ വേക്കൻസി അതിൽ തന്നെ ഒരു ഉപദേശിയാണ്. എന്താണെന്നറിയാമോ? ന്യായവിധി ദിവസത്തിൽ ഈ പെട്ടകം ഹാജരാക്കുമ്പോൾ നോഹയുടെ കാലത്ത് നഷ്ടപ്പെട്ട ആളുകളെല്ലാം എഴുന്നേറ്റ് വന്ന് ദൈവസന്നിധി പറയാതിരിക്കട്ടെ, ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണം, ഈ നോഹയാ കുറ്റക്കാരൻ, കാരണം ഇവനെ അവന്റെ കുടുംബക്കാർക്ക് മാത്രം കേറാനിടയുള്ള ഒരു കൊച്ചു പെട്ടകം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, ഞങ്ങളെല്ലാവരും ചെന്നപ്പോ കേറാനിടയില്ല, ഞങ്ങളുടെ കുറ്റമല്ല എന്ന് പറഞ്ഞാൽ നോഹയും കുടുങ്ങി, ദൈവവും കുടുങ്ങി. അത് വരാതിരിക്കാനായിട്ട് ദൈവം പറഞ്ഞു ധാരാളം വേക്കൻസി ഇട്ടത്. ഈ വേക്കൻസി എന്ന് വിളിച്ചു പറയുന്നു ദൈവം സത്യമാണ്. ദൈവത്തിന്റെ ഭാഗത്ത് യാതൊരു അനിശ്വസ്തതയുമില്ല. നീ രക്ഷയെ കൈക്കൊള്ളാതിരുന്നതാണ്. ദൈവം രക്ഷിക്കാൻ അത് ഔദാര്യം കാണിക്കാതിരുന്നതല്ല, നീ രക്ഷയെ കൈപ്പറ്റാതിരുന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവം അത് യുഗം നീട്ടിക്കൊണ്ട്, കൃപയുടെ വർഷങ്ങൾ നീട്ടിക്കൊണ്ട് ലിബറലായിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ന്യായവിധി ദിവസത്തിൽ അതുപോലെ പോയവരാണ്. അല്ലെങ്കിൽ ഒരാൾ പറയാനിരിക്കട്ടെ, കുറച്ചുകൂടെ എനിക്ക് സാവകാശം തന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടേ. അതിനാൽ ഞങ്ങളെ കൊണ്ട് തന്നെ ഈ ഓങ്കേഡ് ചർച്ചിൽ തന്നെ പിന്നെ പ്രസംഗിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞോ മതിയായി. പ്രൈസലോ പ്രൈസലോ. ഞങ്ങൾ കേട്ടില്ലെന്ന്, ഒന്നുകൂടെ കേട്ടില്ലെന്ന് ആരും പറയാതിരിക്കേണ്ടതിന് അതേ കാര്യം വീണ്ടും പറയുന്നു. പുരാതന ലോകത്തെ ദൈവം ആദരിച്ചു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എന്തെല്ലാം കാര്യങ്ങൾ ആരെല്ലാം പ്ലാൻ ചെയ്താൽ രക്ഷയുടെ വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റമില്ല. അനുസരിക്കുന്നവ മാത്രമേ പെട്ടെന്ന് മനസ്സിലാക്കൂ. മുമ്പേ കേട്ടല്ലോ നോഹയെ കുറിച്ച് സംഗതി വശാൽ ഇവിടെ പറഞ്ഞപ്പോൾ പെട്ടകം ഒരുക്കിയത് എങ്ങനെയാണ്? പെട്ടകം ഒരുക്കുന്ന സമയത്തുള്ള ആറ്റിറ്റ്യൂഡ്, ഭയഭക്തി ഉണ്ട്. ദൈവം നിന്നോട് രക്ഷയുടെ കാര്യം പറയുമ്പോൾ ഒരു വിറയലോടെ, ഒരു നടുക്കത്തോടെ വേണം നീ അതിന് വേണ്ടി ഇഷ്ടപ്പെടുത്തുവാൻ. സമയം ഞാൻ മാനിക്കുന്നു. എങ്കിലും ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. എനിക്ക് അങ്ങനെ ചോദിക്കുന്ന ഒരു ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് ഓരോ പ്രകൃതിയാണ്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ. നോഹയോട് ദൈവം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അതിന്റെ സബ്സ്റ്റൻസ്, അതിന്റെ തടി എന്തായിരിക്കണം? ആ തടി ദൈവം നിർദ്ദേശിച്ച തടിയുടെ പേര് ഇവിടെ ഇതിനകത്ത് ഗോപർമനം. ഗോപർമനം തികയാതെ വന്നാൽ എന്തുവാ ഉപയോഗിക്കാന്ന് പറഞ്ഞു?
ഒരു ദിവസം വായിച്ചാണെന്ന് പറഞ്ഞ വേറെ ഈ ഗോപുര മരത്തിന് തടി തികയാന്ന് വരികയാണെങ്കിൽ അതിന് പകരം ചേർക്കാൻ ഇല്ല, അങ്ങനൊന്നും ഇല്ല. പ്രീസലോ ഗോപുരന്മാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തികയാതെ വന്നാൽ പോയി എവിടെയെങ്കിലും കൊണ്ടുവന്നു. പ്രീസലോ പ്രീസലോ ഗോപുരമരം കൊണ്ട് മാത്രമേ പെട്ടകം ഉണ്ടാക്കാവൂ. വേറെ ഒരു ശില്പം ഉണ്ടാക്കുന്ന കാര്യം മോശയോട് പറഞ്ഞപ്പോ, സമാഗമന കൂടാരം നിർമ്മിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അവിടെ ഒരു തടിയുടെ പേര് ദൈവം ഇങ്ങനെ നിർദ്ദേശിച്ചു. അതറിയാമോ? പറയാമോ? ഖദിരമരം അല്ലെങ്കിൽ സിറ്റിവുഡ് എന്ന് പറയുന്ന ഒരു മരമാണ്. അവിടെയും പകരം ഒന്നും ചേർക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ തന്നെ. ഞാൻ ഈ വേദപുസ്തകം പഠിച്ചപ്പോൾ ദൈവം എനിക്ക് മനസ്സിലാക്കിയതിന്റെ കാര്യങ്ങൾ ഇതാ. തിരുനിവാസത്തിന്റെ മറയും മറ്റും ഉണ്ടാക്കാനായിട്ട് പല തരത്തിലുള്ള നൂലുകളെ കുറിച്ച് പറയുന്നു. നിങ്ങൾ വായിച്ചിട്ടില്ലേ? നീലനൂല്, തൂമ്പിളനൂല്, പിരിച്ച പഞ്ഞിനൂല്, ഇതൊക്കെയാ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നീലനൂല് തീർന്നുപോയി, പഞ്ഞിനൂല് കൂടുതലുണ്ട്, അവധിയെത്തേക്കാം എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. എന്താ ഈ നീലനൂല് ഈ നിറത്തിനും മറ്റും അതേ ആരാധനയോട് ഉള്ള ബന്ധത്തിൽ എന്താ പ്രസക്തി എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ്. നിങ്ങൾക്കറിയാമോ, കർത്താവ് ഒരേ തരത്തിലുള്ള രോഗികളെ പല നിലയിൽ ഹീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു? പ്രീസലോ കർത്താവ് പല കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്. പ്രീസലോ എന്നാൽ ഒരു കുരുടനോട് പറഞ്ഞു, മണ്ണെടുത്ത് പൂശിയ ശേഷം ശീലോഹാകുളത്തിൽ പോയി. അപ്പൊ അവന് വേണമെങ്കിൽ പറയാമായിരുന്നു, അതൊന്നും എന്നോട് പറയണ്ട, ഞാൻ ഇന്നാള് നിങ്ങൾ വേറെ ഒന്ന് രണ്ട് കുരുടന്മാർക്ക് സുഖം കൊടുത്ത വിവരം ഞാൻ അറിഞ്ഞ ഒന്നും ചെയ്തില്ല. നിനക്ക് ഗുണം വരണമെങ്കിൽ നിന്നോട് പറയുന്നു. അവന് മുഖാന്തരം കൂടാതെയോ മുഖാന്തരത്തോടു കൂടിയോ പ്രവർത്തിക്കാൻ കഴിയും. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്, അത് അവന്റെ ഇഷ്ടമാണ്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നോഹയുടെ പെട്ടകം ജലത്തിന്റെ മുകളിൽ കൂടി ഒഴുകി നടക്കുക. രക്ഷയ്ക്ക് വ്യവസ്ഥ, സമാഗമന കൂടാരത്തിന് വ്യവസ്ഥ. സമാഗമന കൂടാരം ആരാധനയെ കാണിക്കുന്നു, പെട്ടകം രക്ഷയെ കാണിക്കുന്നു. രക്ഷയ്ക്ക് വ്യവസ്ഥയുണ്ട്. രക്ഷയ്ക്ക് വ്യവസ്ഥ ഉള്ളതുപോലെ തന്നെ ആരാധനയ്ക്കും വ്യവസ്ഥയുണ്ട്. എങ്ങനെങ്കിലും ആരാധിക്കാവുന്നു. പ്രൈസ് ദി ലോർഡ്. പാടെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ളത് ദൈവസന്നിധിയിലല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ രാത്രി നിങ്ങളോട് പറയട്ടെ, എല്ലാവർക്കും ആരാധിക്കാൻ പറ്റില്ല. ഞാൻ കൊച്ചിലേക്ക് വിചാരിച്ചുകൊണ്ടിരുന്ന കൂട്ടുമായി അറിയാവുന്ന ഏത് വ്യക്തിക്ക് ഈ പുസ്തകം എടുത്ത് പ്രസംഗിക്കാവുന്ന ഉന്നത ചിന്തയുള്ള ആളുകളുണ്ട്. അവരെപ്പോഴും they look for ideas, they look for teachings, they look for facts. അവർ ആ യാഥാർത്ഥ്യം കണ്ടെത്തി അതിൻ്റെ കൂടെ പോകും. അതിൻ്റെ കൂടെ എത്ര പേരുണ്ടെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് അതൊരു വിഷയമല്ല. കൂടെ വല്ലവരും ഉണ്ടെങ്കിൽ സന്തോഷം. എന്നാൽ വേറൊരു കൂട്ടം ആളുകളുണ്ട്. അവര് ചിന്താഗതിയിൽ തരം താണ ആളുകളാണ്. അവർക്ക് തത്വമല്ല വിഷയം, അവർക്കൊരു വസ്തുതയല്ല വിഷയം. അച്ചായൻ അങ്ങോട്ടാണ്, ഞാൻ വരാം. അങ്ങനെ പോലും ഒത്തിരി ആളുകൾ അവരുടെ സത്യത്തിന് വേണ്ടി ഇറങ്ങിയതല്ല, അച്ചായനെ അമ്മായിയൊക്കെ കണ്ടിറങ്ങിയാൽ അവർക്ക് വരുന്ന കുഴപ്പം ഞാൻ ചോദിച്ചാൽ, പണ്ട് നാട്ടിൻപുറത്ത് ഒരു കത്ത് കേട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് കേൾക്കുന്നത് രാഘോസാറിനൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിയാം. പാസ്റ്റർ കെ എബ്രഹാം എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ദൈവത്തിന്റെ ദാസൻ, അദ്ദേഹം ചെറുപ്പത്തില് കുമ്പനാട്ട് എബ്രോൻ പുരത്ത് അദ്ദേഹത്തിന്റെ നല്ല യൗവനത്തിൽ കൺവെൻഷൻ പന്തലിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് ആരോ ഒരു സമുദായക്കാരൻ അദ്ദേഹത്തെ ആറപ്പാടെ ഇങ്ങനെ ആ ലൈറ്റിന്റെ വെളുത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു പറഞ്ഞു കേട്ടുള്ളത്. അപ്പോ എന്താ താൻ രക്ഷിക്കപ്പെട്ടതിന്റെ കാര്യം എന്ന് ചോദിച്ചപ്പോ ആ ദൈവദാസന്റെ പല്ല് കണ്ടു. ദൈവദാസന്റെ പല്ല് കണ്ട് രക്ഷിക്കപ്പെട്ടു. അതില് കുഴപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ സാറിന്റെ പല്ല് പോയതോടുകൂടി ഇദ്ദേഹം നീ ഒരു സത്യത്തിന് വേണ്ടി ഇറങ്ങിയ ആളാണെങ്കിൽ, ഭൗതികമായ ഒരു മുഖാന്തരത്തെയോ ഒരു ഭൗതിക വ്യക്തിത്വത്തെയോ ഒന്നും നോക്കാതെ ഇറങ്ങിയവരാണെങ്കിൽ, നീ വിളിച്ചവനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങിയവരാണെങ്കിൽ, ആര് പിന്മാറി പോയാലും ആര് നിന്റെ തർക്കം ചെയ്താലും നിനക്കതൊരു വിഷയമല്ല. നീ നിന്റെ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. എന്നാൽ ഈ അബ്രഹാമും ഒക്കെ അതേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ഞാൻ താഴോട്ട് യാത്ര ചെയ്തപ്പോൾ അവിടെ ചുറ്റും താമസിച്ച ആളുകൾ ചോദിച്ചു, എവിടെ പോവാ? എന്നാൽ ഒരു സ്ഥലം കണ്ടേക്കാണ് പോകുന്നത്, അല്ല കാണിപ്പാൻ ഇരിക്കുന്ന
അന്നേരം അവർ പറഞ്ഞു, പിന്നെ കുറച്ചു നാളായി തലയ്ക്ക് കുഴപ്പം. ലോകത്തിലുള്ള എല്ലാ ബുദ്ധിയുള്ള ആളുകൾ കണ്ട സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ അബ്രഹാം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവം കാണിക്കാനിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ ദൈവം കാണാത്ത സ്ഥലമല്ല. ദൈവം കണ്ടിട്ടുണ്ട്. അത് ദൈവം തക്ക സമയത്ത് എന്നോട് പറയും, ദൈവം കാണാത്ത സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്, ഞാൻ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ അബ്രഹാം പോകുമ്പോഴെല്ലാം എന്റെ ചിന്താഗതി, താൻ ഇടയ്ക്കിടയ്ക്ക് കാല് കല്ലെ തട്ടാതെ കീഴോട്ട് നോക്കും. അത് കഴിഞ്ഞാൽ അവിടെ മേലോട്ടും ഒരു നെടുവീർപ്പ് വരും. എന്റെ ദൈവമേ, എന്നായിരിക്കും ആ സ്ഥലം കാണിച്ചു തരുന്നത്, ഞാൻ അവിടെ എത്തുമ്പോൾ ഒന്ന് പറയണേ. പ്രൈസലോ. അങ്ങനെ മേലോട്ടും താഴോട്ടും നോക്കി 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 അബ്രഹാം യാത്ര ചെയ്യുമ്പോൾ ലോകത്തിന്റെ നോട്ട് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാമോ? ഇടത്തോട്ട് വലത്തോട്ട് അവൻ വലിയൊരു കാഴ്ചകൾ നോക്കുകയാണ്. ദൈവത്തിന്റെ വാസം ഉയരത്തിലേക്ക് നോക്കുമ്പോൾ കൂടെ ഇറങ്ങിയവൻ ഇടത്തോട്ട് വലത്തോട്ട് നോക്കുക. ഒടുവിൽ ആ നോട്ടം രണ്ടും ഒരു സ്ഥലത്ത് നിന്ന് അവസാനിച്ചു. ഞാൻ പറയുന്നത് പിരിയാനുള്ളതെല്ലാം എന്നെങ്കിലും ഒരിക്കൽ പിരി. എത്ര പിടിച്ചാലും അത് പിരി. ഈ കട്ട പിടിച്ചിരുന്നാലും ഞാൻ പലർക്കും പിണക്ക് തോന്നും. ഞാൻ പല ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ദൃക്സാക്ഷിയായി ഞാൻ നിന്ന് കാർമ്മികനായി നിന്നിട്ടുണ്ട്. ഭർത്താവിന്റെ ശരീരം കൊണ്ടുപോകാൻ നേരത്ത് ഈ ശരീരത്തെ ഭാര്യയെ അരച്ച് വീണ് കുഞ്ഞുങ്ങളും കെട്ടിപ്പിടിച്ച് ശവം വിട്ടുകൊടുക്കാതെ ശുശ്രൂഷ നടത്തുന്ന ആളുകളെ തടസ്സപ്പെടുത്തി ശവക്കോട്ടയിലോട്ട് എടുക്കാൻ സമ്മതിക്കാതെ ഈ ശവത്തെ വരിഞ്ഞു മുറുക്കി അങ്ങനെ ബന്ധനം സൃഷ്ടിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരും മാറിപ്പോകും. പിരിയേണ്ടതൊക്കെ പിരിഞ്ഞു പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ ലോകത്ത് അബ്രഹാമിനോട് എന്ത് പറഞ്ഞെന്നറിയാമോ? ചിറ്റപ്പാ, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. അതെന്തോ? ഞാൻ സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ സ്ഥലത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയായ ദൈവം ആറ്റം ബോംബ് എറിയുന്നതിന് മുമ്പ് എന്റെ വാക്കാണ്, സ്വർഗത്തിലെ ദൈവം ഈ നഗരപ്രാന്തങ്ങളിൽ തീയും ഗന്ധവും വലിച്ചെറിയുന്നതിന് മുമ്പേ ഏതൻ പോലെയായി. പിന്നെ അവനെ കുറ്റം പറയാറുണ്ട്. ഏതും തോട്ടം കണ്ടാൽ മോഹിക്കാത്ത ഒരാൾ. അവിടുത്തെ നീരൊഴുക്കുകളും അവിടുത്തെ ഫലസമൃദ്ധിയും എല്ലാം കണ്ടപ്പോൾ ഇത് തന്നെ വാഗ്ദത്ത ദേശം. അവൻ അവനെ കുടിപ്പുറപ്പിച്ചു. അബ്രഹാമിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ശബ്ദം എന്താണെന്നറിയാമോ? ഇതല്ല. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരു വാക്യം നിങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണം. വാഗ്ദത്ത ദേശത്ത് അവനൊരു അന്യദേശത്തെന്നതുപോലെ വാർത്തു. അർത്ഥമില്ലേ? ആ വാക്യത്തിന് അർത്ഥമില്ലേ? അബ്രഹാം യാത്ര ചെയ്ത് അക്ഷരീക കനാനിലെത്തി അവിടെ ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ ഒരാത്മമന്ത്രം മുഴങ്ങി. എന്താണെന്നറിയാമോ? ഇതല്ല, അക്ഷരികമല്ല, പദാർത്ഥമയമല്ല ദൈവവിളിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. പിന്നെന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചത് കർത്താവിനെ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഈ ഉൾക്കാഴ്ച പ്രാപിച്ചവരായിരിക്കണം ദൈവത്തിന്റെ പൈതൽ. ഇവിടെ ഇരിക്കുന്ന ആരോ ഒരാളെ നേരം മനസ്സിലിങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്ന് രാത്രി ഇത് കഴിഞ്ഞിട്ട് പോയി താഴെ ഒന്നുമില്ലായിരിക്കുന്നു. ഓ, അങ്ങനത്തെ മോശം തോന്നി ഞങ്ങൾ കാണിക്കാം. എല്ലാവരും വല്ലതും തരികയാണെങ്കിൽ വിശപ്പെട്ട് കഴിക്കുകയും ഉറക്കം വരികയാണെങ്കിൽ അവർ തരുന്ന കട്ടിലേക്ക് കിടക്കുകയും ഈശ്വരോ നഗ്നത പറയാനൊക്കെ അത്യാവശ്യമുള്ള വസ്ത്രമൊക്കെ ധരിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ ഒരു നദി കിടക്കുമ്പം പാലം കയറി അക്കരയ്ക്ക് പോയി പിന്നെ പാലം വെച്ചിട്ടോട് വന്നു. ഈ ലോകത്തിൽ എനിക്കും നിനക്കും ദൈവം നൽകുന്നതെല്ലാം ഇവിടെ കടക്കുവാനുള്ള ഉപാധി മാത്രമായിരിക്കണം. അതിനപ്പുറത്ത് ഭക്തനായ നാഗൽ സാഹിബ് മലയാള ഭാഷ പഠിച്ച് കേരളത്തിൽ വന്ന് മലയാളത്തിൽ പാട്ടെഴുതി തന്നിച്ച് പോയ വിവരം കേട്ടിട്ടുണ്ടോ? സമയമാൻ ജനത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നുവെന്ന് ഭക്തനായ നാഗൽ സാഹിബ് ജർമ്മൻ മിഷണറി പാട്ടെഴുതിയ കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ഫലങ്ങൾ കൂടുന്നതിനാൽ ഒന്നും വേണ്ട യാത്രയിൽ, ഫലങ്ങൾ
സ്വൽപവെള്ളം ദാഹിക്കിൽ സമയാമ രേതമില്ല സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണമതിനാൽ എത്തപ്പെട്ടു എൻ സ്വദേശം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും വേദവസ്ഥ വായിച്ച് കേൾപ്പിക്കേണ്ട കാര്യം എനിക്ക് വേദവസ്ഥ പല പ്രാവശ്യം വായിച്ചു തീർത്ത നിങ്ങളെ ആദ്യം മുതൽ ബൈബിൾ ക്ലാസ് എടുത്ത് ധാരാളം റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് ഞാനിതിന്റെ ആത്യന്തിക സത്യം നിങ്ങളോട് പറയും. അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പും ലോത്തിന്റെ തെരഞ്ഞെടുപ്പും അതിലേതായിരുന്നു വോയിസ്, അതിലേതായിരുന്നു റിയൽ എന്നുള്ളത് സംഭവം തെളിയിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം സന്ധ്യാസമയത്ത് 2 ദൂതന്മാർ സോദോമിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ചില പടികളൊക്കെ കടന്നാ വന്നതൊക്കെ പറയാൻ എനിക്ക് സമയമില്ല. ഹല്ലേലൂയ. വന്നിട്ട് അവരാദ്യം തെരുവീതിയിൽ എല്ലാവരും ഒന്ന് വീട് ചെയ്തു. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് രക്ഷിച്ചെടുക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ നാട്ടുകാർ സമ്മതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ മൊറാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നതായ ഒരു നഗരം വേറെയില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ആൾ തെറ്റിപ്പോയി. പണ്ടൊരു കള്ളൂടിയൻ ഞങ്ങളുടെ സ്ഥലത്തെങ്ങാണ്ട് കുടിച്ച് ലെവലില്ല വന്നപ്പോൾ നോക്കിയപ്പോൾ തലയെ മുണ്ട് വിട്ടുകൊണ്ട് ഒരുത്തൻ ഇരിക്കുന്നു. ആദ്യം പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ പോകുന്നില്ല. ആഹാ, ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ ആരും പോകാതെ നിന്നിട്ടില്ല. ഒരു പ്രഹരം അങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നത്തെ അനുഭവം നിങ്ങൾക്കറിയാം. മയക്കുറ്റിട്ടാണ്. ഈ പട്ടണത്തിൽ വന്ന പല ആളുകളെയും അവർ കഴിഞ്ഞ നാളുകളിൽ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ആൾ മാറി. ഈ പ്രാവശ്യം വന്ന പുരുഷന്മാരെന്ത് ചെയ്തെന്ന് അറിയാമോ? അമ്പത പഠിപ്പിച്ചു, കൈവടുത്തോന്ന് വേറെ ചെയ്തു. ഏതോ ഇന്നൽപ്പിള്ളേർ പോലെ ശക്തി വ്യാപരിക്കുന്നതായിട്ട് തോന്നി. പിന്നെ ആര് തോന്നുന്നു അദ്ദേഹത്തിന് ബോധം കെട്ട് അവിടെ ഇവിടെയൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ലോകത്തിന്റെ വീട്ടിൽ ഒരു കൊച്ചു സമ്മേളനം. റീസലോ എസ്കറ്റോളജി ആയിരുന്നു രാത്രിയിലത്തെ പ്രസംഗം. റീസലോ നാളെ ഈ സ്ഥലമില്ല, നാളെ ഈ പട്ടണമില്ല. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട്ടോളെ. റീസലോ വിശ്വസ് വരെ കാത്തിരിക്കാം. വെളുപ്പിന് 5 മണി വരെ കാത്തിരുന്നു. ഞാനോ വല്ലതും വന്ന് പ്രസംഗിക്കാൻ അവിടെ തിരികെ ആഗ്രഹിക്കില്ലേ? എന്റെ സ്വഭാവത്തിന് ഞാൻ പറഞ്ഞേനെ, ലോകത്തെ ഒറ്റ ഒരു നടിയായിരുന്നു നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇവനൊക്കെ കെട്ടവനെ, ഇവരെ ഒന്നും രക്ഷിക്കേണ്ട കാര്യം സ്വർഗത്തിൽ കൊണ്ടുപോയാൽ അവിടെ അധികപ്പെട്ടു. പക്ഷെ സ്വർഗത്തിന്റെ കാര്യങ്ങൾ നോക്കണം. സ്വർഗം അതേ ദൂതന്മാരിൽ കൂടെ ലോകത്തിനോട് ഓടിപ്പോകുന്ന സമയത്ത് പറയുകയാണ്, ലോകത്തെ ഒന്നുകൂടെ ചോദിച്ചത് നല്ലൊരു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓർഡർ കോഡിങ് നടത്തുമ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ, ഇനി ആരെങ്കിലും ഇവിടെ നിന്ന് പഠിച്ചാൽ നിന്റെ മക്കളോ മരുമക്കളോ ചാച്ചക്കാരോ ആരെങ്കിലും ഉണ്ടോ അനുഭവിക്കുന്നവരായി പറഞ്ഞാൽ കേൾക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? ലോകത്തിന് ഒരു അവർ പറഞ്ഞ് കളി പറയാതെ പോലും പറഞ്ഞു. ഞാൻ ഇന്ന് സന്ധ്യക്ക് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പുരാവാസി അവൻ ഒരു പട്ടണവാസിയായിട്ട് അവിടെ ചെന്ന് അതേ കാര്യമായ ലോകത്തിന്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന ഭാഗം ഒന്ന് വായിക്കണം. ഞാൻ പ്രസംഗം നിർത്തുകയാണ്. ഈ പട്ടണവാസികളെല്ലാം ഒന്ന് വീട് വളഞ്ഞ് അസഭ്യങ്ങൾ പറയുകയും അതേ അവകാശപരമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ലോകത്ത് എന്ത് ചെയ്യുന്നറിയാമോ? വലഞ്ഞുപോയി. എന്റെ വേറെ സ്ഥലത്ത് എഴുതിയിരിക്കുന്ന വലഞ്ഞുപോയ നീതിമാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാമോ? ഇവർ ചെയ്യുന്നത് തെറ്റാന്ന് ഉള്ളിലറിയാം, എന്നാൽ ധൈര്യമായിട്ട് പറയാനുള്ള ആ കഴിവില്ല. കാരണം അവരുടെ അടുത്ത് കുടിക്കുന്നു. പർവ്വതത്തിലെത്തുവാൻ കഴിവില്ലാത്തവരെ നിനക്ക് ഞാൻ രക്ഷയ്ക്ക് വേണ്ടി ഒരു കൺസെഷൻ തന്നിരിക്കുന്നു. അവിടെ നിനക്ക്